പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബക്കോർഡ്സ് ലോ ഈസ് യൂസ്ഡ് ഇൻ. ബക്കോർഡ്സ് ലോ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: ലൈൻ പ്രൊട്ടക്ഷൻ, മോട്ടോർ പ്രൊട്ടക്ഷൻ, ജനറേറ്റർ പ്രൊട്ടക്ഷൻ, ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ. ഇപ്പം ബക്കോർഡ്സ് ലോ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലാണ്. അപ്പോൾ ഉത്തരം ട്രാൻസ്ഫോമർ പ്രൊട്ടക്ഷൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബക്കോർഡ്സ് ലോ ഈസ് പ്ലേസ്ഡ്. ബക്കോർഡ്സ് ലോ എവിടെയാണ് വയ്ക്കുന്നത് ട്രാൻസ്ഫോമറിൽ? അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: ഇൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് ബുഷിംഗ്. ലൈൻ വോൾട്ടേജ് വൈൻഡിങ്ങിനും ബുഷിങ്ങിനും ഇടയ്ക്കാണോ? ഇൻ ബിറ്റ്വീൻ ദ കൺസർവേറ്റർ ആൻഡ് ബ്രീത്തർ. കൺസർവേറ്ററിനും ബ്രീത്തറിനും ഇടയ്ക്കാണ് വെക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. ടാങ്കിനും കൺസർവേറ്ററിനും ഇടയ്ക്കാണ് വെക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് ദ ബുഷിംഗ്. ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനും ബുഷിങ്ങിനും ഇടയ്ക്കാണ് വെക്കുന്നത്. അപ്പം ബക്കോർഡ്സ് ലോ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് ടാങ്കിനും കൺസർവേറ്റർ ടാങ്കിനും ഇടയ്ക്കാണ്. ടാങ്കിനും കൺസർവേറ്ററിനും ഇടയ്ക്കാണ്. കാരണം എങ്കിൽ മാത്രമാണ് ബക്കോർഡ്സ് ലോ ട്രിപ്പിംഗ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തതുള്ളൂ. അപ്പം ഉത്തരം ഓപ്ഷൻ സി, ഇൻ ബിറ്റ്വീൻ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. അടുത്ത ചോദ്യം: ബക്കോർഡ്സ് ലോ ഈസ് ഓപ്ഷൻസ്: എ വോൾട്ടേജ് സെൻസിറ്റീവ് ഡിവൈസ്, എ ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസ്, എ കറണ്ട് സെൻസിറ്റീവ് ഡിവൈസ്, എ ഫ്രീക്വൻസി സെൻസിറ്റീവ് ഡിവൈസ്. ബക്കോർഡ്സ് ലോ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബക്കോർഡ്സ് ലോ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസ് ആണ്. ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് എന്ന് വെച്ചാൽ അതിൽ ഓയിൽ ഹീറ്റ് ആകുമ്പം ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തിട്ടാണ് ആ റിലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് എ ഗ്യാസ് ആക്ച്വേറ്റഡ് ഡിവൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസർവേറ്റർ ടാങ്ക് ഈസ് യൂസ്ഡ്. കൺസർവേറ്റർ ടാങ്ക് ഈസ് യൂസ്ഡ് എന്തിനൊക്കെയാണ്? ഫോർ ബെറ്റർ കൂളിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന് ബെറ്റർ കൂളിങ്ങിനാണോ? ടു ആക്ട് ആസ് ആൻ ഓയിൽ സ്റ്റോറേജ്. ഒരു ഓയിൽ സ്റ്റോറേജിന് വേണ്ടിയാണോ? ടു ടേക്ക് അപ്പ് ദ എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ഡ്യൂ ടു ദ ടെമ്പറേച്ചർ റൈസ്. ടെമ്പറേച്ചർ റൈസ് ആകുമ്പോൾ ഓയിലിന് എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു പ്ലേസിന് വേണ്ടിയാണോ? നൺ ഓഫ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു ടേക്ക് അപ്പ് എക്സ്പാൻഷൻ ഓഫ് ഓയിൽ ഡ്യൂ ടു ടെമ്പറേച്ചർ റൈസ്. അതായത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ടൈമിൽ ഓയിലിന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസിനുണ്ട്. കാരണം ടെമ്പറേച്ചർ കൂടുന്ന ടൈമിൽ ഓയിൽ എക്സ്പാൻഡ് ചെയ്യും. ഓയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസർവേറ്റർ ടാങ്കിൻ്റെ ഹാഫ് മാത്രമായിരിക്കും ഫില്ല് ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബാക്കി ആ ഒരു ടാങ്കിലേക്ക് വന്ന് കൊള്ളും. അതിന് വേണ്ടിയാണ് നമ്മൾ കൺസർവേറ്റർ ടാങ്ക് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഓയിൽ സ്റ്റോറേജും ചെയ്യുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പം ടെമ്പറേച്ചർ റൈസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പം ഓയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ അടുത്തതെന്ന് പറയുന്നത് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിങ് മാഗ്നറ്റിക് കോർ ഇൻ ട്രാൻസ്ഫോമർ ഈസ്. എന്തിനാണ് മാഗ്നറ്റിക് കോർ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: പ്രിവെൻറ്റ് എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാനാണോ? എലിമിനേറ്റ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് കുറയ്ക്കാനാണോ? പിന്നെ ഡിക്രീസ് അയൺ ലോസ് കുറയ്ക്കാനാണോ? ഡിക്രീസ് റിലക്റ്റൻസ് ഓഫ് കോമൺ മാഗ്നറ്റിക് ഫ്ലെക്സ് പാത്തിൻ്റെ റിലക്റ്റൻസ് കുറയ്ക്കാനാണോ? അപ്പോൾ നമ്മൾ കോറ് ട്രാൻസ്ഫോമർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ റിലക്റ്റൻസ് കുറയ്ക്കാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫ്ലെക്സ് പൂർണ്ണമായിട്ടും സെക്കൻഡറിയിലെത്താൻ. പ്രൈമറിയിൽ നിന്ന് കൊടുക്കുന്ന ഫ്ലെക്സ് പൂർണ്ണമായിട്ട് സെക്കൻഡറി എത്താൻ. അപ്പോൾ ഉത്തരം എന്താ? ഡിക്രീസ് റിലക്റ്റൻസ് ഓഫ് ദ കോമൺ മാഗ്നറ്റിക് ഫ്ലെക്സ് പാത്ത്. അപ്പോൾ അതാണ് ഉത്തരം. ട്രാൻസ്ഫോമർ ഈസ് മോസ്റ്റ് സബ്ജക്റ്റഡ് ടു ഡാമേജ് ഫ്രം ഓവർ ഹീറ്റിംഗ് കാരണം ട്രാൻസ്ഫോമറിന് ഡാമേജ് ഉണ്ടാകാനുള്ള പാർട്ട് ഏതാണെന്ന്. ഓപ്ഷൻസ് ഇതാണ്: അയൺ കോർ, കോപ്പർ വൈൻഡിങ് ഇൻസുലേഷൻ, ഫ്രെയിം ഓർ കേസ്. നമുക്ക് ഹീറ്റിംഗ് ഉണ്ടാകുന്ന ഓവർ ഹീറ്റിംഗ് എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ വൈൻഡിങ്സിൻ്റെ ഇൻസുലേഷൻ ആയിരിക്കും എപ്പോഴും ഡാമേജ് ഉണ്ടാകുന്നത്. കാരണം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻസുലേഷൻ എന്ന് വെച്ചാൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്ന നേരത്ത് നഷ്ടപ്പെടുന്നു. അപ്പം ഉത്തരം വൈൻഡിങ് ഇൻസുലേഷൻ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഇൻ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഷുഡ് ബി. ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള
റെസിസ്റ്റൻസ് എത്രയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ ഇലക്ട്രിക്കലി ഒരു കണക്ഷനും ഇല്ല, മാഗ്നറ്റിക്കലിയാണ് കണക്ഷനുള്ളൂ. അപ്പം പ്രൈമറി സെക്കൻഡറി നമ്മൾ ഇലക്ട്രിക്കലി ഒരു കണക്ഷൻ ഇല്ലെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പം ഉത്തരം ഓപ്ഷൻ ഡി. ഇനി അടുത്ത് നോക്കിയേ, ബക്കോസ് ലേ ഗീവ്സ് വേർണിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ്. ബക്കോസ് ലേ വേർണിങ്ങും പ്രൊട്ടക്ഷനും എന്തിന് അഗെയിൻസ്റ്റാണ് തരുന്നത്? ഇൻസിപ്റ്റ് ഇലക്ട്രിക്കൽ ഫോൾട്ട് ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ ഇറ്റ്സെൽഫ്, electrical fault outside the transformer in outgoing feeder, electrical fault outside the transformer is going feeder, for both outside and inside fault. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ബക്കോസ് ലേ എന്ന് നോക്കുന്നത് ട്രാൻസ്ഫോമർ ടാങ്കിനും കൺസർവേറ്ററിനും ഇടയ്ക്കാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള ഫോൾട്ടിന് മാത്രമാണ് ആക്ട് ചെയ്തത്. അപ്പോൾ ഇൻസിപ്റ്റ് ഇലക്ട്രിക്കൽ ഫോൾട്ട് ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ ഇറ്റ്സെൽഫ്, അതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗ്രേറ്റർ ദ സെക്കൻഡറി ലീക്കേജ് ഫ്ലക്സ്. ഓപ്ഷൻ ലെസ് വിൽ ബി ദ പ്രൈമറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ലെസ് വിൽ ബി ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ലെസ് വിൽ ബി ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ്, ഗ്രേറ്റർ വിൽ ബി ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെസ് വിൽ ബി ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സെക്കൻഡറി ലീക്കേജ് ഫ്ലക്സിനെക്കാട്ടി കുറവായിരിക്കും സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഫോർ ഗിവൺ അപ്ലൈഡ് വോൾട്ടേജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അതായത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് വിൽ ബി ഡിക്രീസ് ചെയ്യുമോ, ഹിസ്റ്ററിസിസ് ലോസ് കുറയുമോ, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് വിൽ ബി ഇൻക്രീസ്, ഹിസ്റ്ററിസിസ് ലോസ് കൂടുമോ, അല്ലെ ഹിസ്റ്ററിസിസ് ലോസ് വിൽ ബി അൺചേഞ്ച്, അതിന് മാറ്റമില്ലേ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി മാറുമ്പം ഹിസ്റ്ററിസിസ് ലോസിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത് കൂടുന്നു. നമുക്ക് ഒരു അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ അപ്ലൈഡ് ഹിസ്റ്ററിസിസ് ലോസും കൂടും. അതായത് ഹിസ്റ്ററിസിസ് ലോസും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ അടുത്ത കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.